ആദ്യ കുർബാന സ്വീകരണം ഞാൻ ഓർമ്മിക്കുകയാണ്. അതിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം പഠിച്ചു. സിസ്റ്റേഴ്സാണ് പ്രധാനമായിട്ട് പ്രാർത്ഥനകൾ പഠിക്കാനായിട്ടൊക്കെ താല്പര്യം കാണിച്ചത്. ആ കാലഘട്ടത്തിൽ പിന്നെ എല്ലാ പ്രാർത്ഥനകളും പഠിച്ച് അത് അച്ഛനെ പറഞ്ഞു കേൾപ്പിച്ച് പിന്നീട് കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി. എനിക്ക് ഏറ്റവും യേശുവിനെ സ്വീകരിക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയതും യേശുവിനെ എൻ്റെ ഹൃദയാന്തരാളത്തിൽ സ്വീകരിച്ചതും അന്ന് മുതൽ എൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചതും ഒക്കെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഈശോയ്ക്ക് എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു. അന്ന് മുതൽ ഈശോ എൻ്റെ ഹൃദയാന്തരാളത്തിൽ വസിച്ചുകൊണ്ട് എന്നെ നയിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടും. അതിനുശേഷം വൈദികനാകാൻ പഠിച്ചതും പിന്നെ എൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം ഈശോ എനിക്ക് തുണയായിട്ടുണ്ട്. ഈശോ എപ്പോഴും എന്നോടൊപ്പം ഉണ്ട് എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അന്ന് ഞാൻ കേട്ട ഒരു സംഭവം അല്ലെങ്കിൽ സംഭവ കഥ ഞാൻ ഓർമ്മിക്കുകയാണ്. എല്ലാ ദിവസവും ഒരു കൊച്ചു പയ്യൻ ഈശോയുടെ അടുത്ത് എന്ന് പറയും, ഈശോ ഞാനിതാ വന്നിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞ് ഈശോയുടെ അടുത്ത് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൻ രോഗിയായി കിടന്ന സമയത്ത് വൈദികൻ അവന് കുർബാനയ്ക്ക് കൊണ്ടുവരുന്ന സമയത്ത് തിരുവോസ്തിയിൽ നിന്ന് കേട്ടു, ജോയി ഇതാ ഈശോ വന്നിരിക്കുന്നു. അതോടുകൂടി അവൻ സൗഖ്യം പ്രാപിച്ചു. ഈ കഥയൊക്കെ എൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ വളർത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഞാൻ ഏത് പ്രതിബന്ധങ്ങളുണ്ടാകുമ്പോഴും പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഈശോയോട് ചോദിക്കുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഈശോ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇതാണ് എൻ്റെ ജീവിതം. കർത്താവേ, എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ആദ്യമായി അങ്ങേ സ്വീകരിച്ചതും പിന്നീട് അനേകായിരങ്ങൾക്ക് ഈശോയെ കൊടുത്തതും ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയതും കുമ്പസാരിപ്പിച്ചതും പാവപ്പെട്ടവരിലും ദുഃഖിതരിലും രോഗികളിലും പാപികളിലും ഒക്കെ ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചതും അവർക്ക് ചെയ്യാവുന്ന നന്മ ചെയ്തതുമൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.